അസ്സലാമു അലൈക്കും ഗായ്സ്, വെൽക്കം ടു ഷജ ഷഫീൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു വെളുത്തുള്ളി ചമ്മന്തിൻ്റെ റെസിപ്പിയാണ്. വെളുത്തുള്ളിയും ഉണക്ക് തെരണ്ടിയും ഉപയോഗിച്ചിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചമ്മന്തിയാണ്. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ അടുപ്പത്ത് ഒരു ചട്ടി വെക്കുക. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാൻ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കി നോക്കാൻ. അങ്ങനെ നമ്മൾ ഈ ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച ഉണക്ക് തെരണ്ടി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. തെരണ്ടി നല്ലോണം വെന്ത് വന്നതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് വറുത്ത് കോരി മാറ്റുക. തെരണ്ടി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുവിട്ട് പൊട്ടിക്കുക. അപ്പോൾ കടു നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ചതക്കി വെക്കണം. ആ ചതക്കി വെച്ച വെളുത്തുള്ളി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂപ്പിക്കുക. വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് കുറച്ച് സമയം അടുപ്പത്ത് വെച്ച് നല്ലോണം മൂപ്പിക്കുക. ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ നന്നായിട്ടിത് ഇളക്കിക്കൊണ്ടിരിക്കുക. അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്, അവിടെ നല്ലോണം ഇളക്കുക. അങ്ങനെ മൂത്ത് വന്ന വെളുത്തുള്ളിയിലേക്ക് നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുക. മുളക് പൊടി ഇടേണ്ടത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം. അങ്ങനെ അത് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ 2 തക്കാളി മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത് ജ്യൂസ് എടുത്ത് വെക്കണം. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളപ്പിക്കുക. അങ്ങനെ തിളച്ച് വന്ന ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് കോരി മാറ്റി വെച്ച തെരണ്ടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അത് നല്ലോണം ഉടഞ്ഞ് ഇതായി അതിലേക്ക് ചേരുന്ന വിധത്തിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മളിതിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം ഉണക്കിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണ്ടവർ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു ഉപ്പ് മതിയെങ്കിൽ അത് തന്നെ എടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. നന്നായി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള ഉണക്കും തെരണ്ടി ഉപയോഗിച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ. ഈ ഒറ്റൊരു ചമ്മന്തി മതി നമുക്ക് ചോറ് തിന്നാൻ. ഒരു പ്ലേറ്റ് ചോറ് കാലിയാൽ നമ്മൾ അറിയൂല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.